ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ടൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഭയങ്കര ഞെട്ടലോടുകൂടിയാണ് ആ ഒരു വീഡിയോ കണ്ടത്. മഴവെള്ളപ്പാച്ചിലിൽ 5 കുടുംബം മരിച്ചു എന്നുള്ളൊരു ഇത് അവരാ നിൽക്കുന്ന ആ ഒരു ഇത് ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് ഭയങ്കര വിഷമം തോന്നി. എന്താ പറയുക, ഇപ്പം പറയുമ്പോൾ തന്നെ എനിക്ക് ചങ്ക് പൊട്ടണം, അത്രയ്ക്ക് വിഷമമുണ്ട് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ. അത്രയും ഇതായിട്ടാണ് എന്തെല്ലാം പ്രതീക്ഷകളോടുകൂടിയായിരിക്കും അവരവിടെ നിന്നിട്ടുണ്ടാവുക. ആ മരണം മുന്നിൽ കണ്ടിട്ടുള്ള അവരുടെ ആ നിൽപ്പ്, ആ നിസ്സഹായ അവസ്ഥ, അതിൽ പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുണ്ട്, ചെറിയ മക്കളും എല്ലാവരും ഉണ്ട്. 18 കുടുംബാംഗങ്ങളായിട്ടാണ് അവർ വന്നത്. അവർ ആ ഒഴുകിപ്പോകുന്ന ആ ഒരിത് മേലെ നിന്ന് നോക്കി കാണേണ്ട ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്കും ഭയാനകരമായിട്ടാണ് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു വേദന മനസ്സിലുണ്ടെങ്കിൽ അത് നേരിട്ട് കാണുമ്പോൾ ആ ബന്ധുക്കാരൻ്റെ ആ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. വല്ലാത്തൊരു തന്നെയായിരിക്കും. അവരവിടെ നിൽക്കുമ്പോൾ ഞങ്ങളെ രക്ഷിക്കാൻ ഏത് കൈകളാണ് വരുന്നത്, എങ്ങനെയാണ് രക്ഷിക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടിയായിരിക്കും അവർ നിൽക്കുന്നത്. അപ്പോൾ അവരവിടെ നിന്ന് പറയുന്നുണ്ട്, നിൽക്ക് ഞങ്ങൾ കയറിട്ട് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു അവസ്ഥയിൽ അവർക്ക് അതൊന്നും സാധിക്കുന്നില്ല. വെള്ളം അത്രയും ഫോഴ്സോടുകൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, അത്രയും ഫോഴ്സിലാണ് ആ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് കെട്ടിപ്പിടിച്ചാണ് നിൽക്കുന്നത്. ആ ഒരു ഇതിൽ തന്നെ അങ്ങനെ ഒഴുകി ആ വെള്ളം ഭയങ്കര ഫോഴ്സ് കൂടി അങ്ങനെ ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു അവസ്ഥ കണ്ട് എനിക്ക് സത്യം പറയുന്നില്ല, ഒരുപാട് ഞാൻ കരഞ്ഞു, ഒരുപാട് സങ്കടം തോന്നി ആ ഒരു അവസ്ഥ. അപ്പോൾ ഇപ്പം മഴയും കാര്യങ്ങളൊക്കെയാണ്, ഡാമുകളെല്ലാം നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതാണ്. ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക, ഒട്ടും എനിക്ക് ഇത് തോന്നിയില്ല, മനസ്സിലേക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ ഒരുപാട് കരഞ്ഞു ആ ഒരു വീഡിയോ കണ്ടപ്പോൾ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നില്ല, വേണ്ടാന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇപ്പോൾ മഴക്കാലം കുഞ്ഞുമക്കളുള്ളവരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഈ ഒരു വീഡിയോ എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു നിമിഷം ഞാൻ ഈ ലോകത്തല്ലാതായിപ്പോൾ അത്രയും വിഷമം തോന്നി, അത്രയും സങ്കടം തോന്നി. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മഴയുടെ കാലമാണ്, ഡാമുകളും പുഴകളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്, വിനോദസഞ്ചാരികളുടെതെല്ലാം കൂടുതലാണ്, കടലുകളിലും അതുപോലെ തന്നെ കായലുകളും എല്ലാവരും കാണാൻ പോകുന്നവരുടെ തിരക്കാണ്. ഡാമുകളൊക്കെ തുറക്കുമ്പോൾ അതൊക്കെ കാണാനുള്ള ആകാംക്ഷയോടുകൂടി നമ്മൾ പോകും. പക്ഷേ അവിടുത്തെ ആ ഒരു അവസ്ഥ ഏതാണെന്ന് അറിഞ്ഞിട്ട് മാത്രം വേണം പോവാൻ. വിനോദസഞ്ചാരികൾ എന്താ പറയുക, കൂടുതൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ ആഗ്രഹമാണ്. മഴ കൂടുമ്പോഴാണല്ലോ ഡാമുകളെല്ലാം തുറക്കുന്നത്. അപ്പോൾ ആ ഡാമുകൾ തുറക്കുമ്പോൾ നമുക്കത് കാണാനൊക്കെ ഭയങ്കര ആഗ്രഹവും ഒക്കെ ആയിരിക്കും. പക്ഷേ ആവുന്നതും ഏത് നിമിഷമാണ് നമ്മളെ മരണം വേട്ടയാടാന്ന് അറിയില്ല. അതുകൊണ്ട് ആവുന്നതും വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക. ഈ ഒരു മഴക്കാലത്ത് ആവുന്നതും ആരും കുഞ്ഞുമക്കളെയും കൊണ്ട് വെള്ളത്തിൽ ഒരിക്കലും ഇറങ്ങാതിരിക്കുക. എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഇപ്പം നമ്മൾ വീഡിയോ ആയിട്ടാണ് കണ്ടത്. അവർ ആ നേരിട്ട് കണ്ടപ്പോഴുള്ള അവരുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കും. നമുക്കും ഇത് സംഭവിക്കാം. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു മഴക്കാലത്ത് നിങ്ങളൊരു വിനോദസഞ്ചാരത്തിൽ നിന്നും ഒരു തെറ്റും ഞാൻ പറയുന്നില്ല, പക്ഷെ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. നമ്മൾക്ക് വരുമ്പോഴേ ആ ഒരു അവസ്ഥ മനസ്സിലുള്ളൂ. അവിടെ ചുറ്റും കൂടി നിന്നവരൊക്കെ പറയുന്നുണ്ട്, ഷാളിട്ട് കൊടുക്കുക, അതിട്ട് കൊടുക്കുക, ഇതിട്ട് കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കും ഇവിടെ ഇരുന്ന് പറയാം, ഷാളിട്ട് കൊടുത്തെങ്കിൽ അവർക്ക് രക്ഷപ്പെടായിരുന്നു, അതിട്ട് കൊടുത്തു. പക്ഷേ അപ്പോഴുള്ള അവരുടെ ആ ഒരു അവസ്ഥ അതൊന്നും കിട്ടുന്ന ഒരു അവസ്ഥയായിരിക്കില്ല അവിടെ നിൽക്കുമ്പോഴുള്ള ഒരു അവസ്ഥ. അവരെല്ലാം അലറി കരയുന്ന ഒരു ഇതൊക്കെയാണ് കാണുന്നത്. ഭയങ്കര എന്താ പറയുക, ഭയാനകരം തന്നെയാണ് ആ ഒരു കാഴ്ച കാണുന്നത്, നേരിട്ട് കാണുന്നത്. അപ്പോൾ ആരും ദയവ് ചെയ്ത് ഈ ഒരു മഴക്കാലത്ത് വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക. അത്രമാത്രം എനിക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളൂ. ആവതൊന്ന് സൂക്ഷിക്കുക. നമ്മൾ മക്കൾക്ക് വെള്ളം കണ്ട ഏതാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അവർ ഓടി ഇറങ്ങും, അതിൻ്റെ പുറകെ നമ്മളും ഇറങ്ങും. ഏത് ദിശയിലൂടെയാണ് ഈ മലവെള്ളപ്പാച്ചിലൊക്കെ വരികയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ അവസ്ഥ ഭയങ്കര ഇതായിരിക്കും.
അപ്പം ആവുന്നതും ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഈ ഒരു മഴക്കാലം ആയതുകൊണ്ടാണ്. ഡാമുകളൊക്കെ തുറക്കുന്ന സമയമാണ്. അതുകൊണ്ട് ആരും ദയവ് ചെയ്ത് വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക. ഈ ഒരു ദുർവിധി ആർക്കും വരാതിരിക്കട്ടെ. എനിക്കൊരു അവസരത്തിൽ ഇതാണ് പറയാനുള്ളത്. നേരിട്ട് കാണുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ, നമുക്കിതിൽ കാണുമ്പോൾ തന്നെ സഹിക്കുന്നില്ല. അപ്പോൾ ആ നേരിട്ടൊക്കെ കണ്ട ആ ആൾക്കാരുടെ അവസ്ഥയും മാനസികാവസ്ഥയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അവരുടെ കൺമുന്നിലാണ് അവരുടെ കുടുംബങ്ങളും കുട്ടികളും ഇല്ലാതാവുന്ന. ഒരു നിമിഷം കൊണ്ട് അവർ എത്ര സന്തോഷത്തോടു കൂടിയായിരിക്കും ആ കുടുംബം ഈ വിനോദത്തിന് വന്നിട്ടുണ്ടാകുക. പക്ഷേ അവരുടെ കൺമുന്നിലാണ് എല്ലാം, ഒരു നിമിഷത്തിൻ്റെ ഇതിലാണ് എല്ലാം ഇല്ലാതാവുന്നത്. കുഞ്ഞുങ്ങളും മക്കളും ഉമ്മമാരും വാപ്പമാരും എല്ലാം ഒരു നിമിഷത്തിൻ്റെ ഇതിലാണ് അവരെല്ലാം ഇല്ലാതാവുന്നത്. അപ്പോൾ മരണം നമ്മുടെ അടുത്തെത്തി ഏത് ഇതിലും നമുക്ക് മരണം നമ്മളെ കീഴ്പ്പെടുത്തും. പക്ഷേ ഇത് നമ്മൾ വെള്ളത്തിലിറങ്ങിയത് കൊണ്ട് നമ്മളായിട്ട് വരുത്തുന്ന ഒരു ഇതാണ് ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഉള്ള ഒരു ഇത്. അല്ലാഹ് പിന്നെ മരണം വിചാരിച്ചാൽ നമുക്ക് എങ്ങനെ വിചാരിച്ചാലും തടയാൻ സാധിക്കില്ല. എങ്കിൽ കൂടി എനിക്ക് ഈ ഒരു ഇതിൽ പറയാനുള്ളത് വെള്ളത്തിൽ ഇറങ്ങുന്നത് സൂക്ഷിക്കും. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ മരണം എപ്പോഴാണ്, നമ്മളിപ്പോൾ ഏത് ബംഗ്ലാവിലിരുന്നാലും ഏത് കുടിലിരുന്നാലും നമ്മളെ മരണം എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അറിയില്ല. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല എങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും ഇതിലായിരിക്കും അല്ലാഹ് മരണം കൊടുക്കുന്നത്. പക്ഷേ മഴക്കാലം ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇങ്ങനെ വെള്ളത്തിലിറങ്ങി മരണം സ്വയം വാങ്ങരുത് എന്നൊരു അഭ്യർത്ഥന. അപ്പോൾ നമുക്ക് പറയാം മരണം അവർക്ക് ഏത് വിധേനയും അവർക്ക് സംഭവിച്ചിരിക്കാം. പക്ഷേ ഇങ്ങനെ ഈ ഒരു വെള്ളപ്പാച്ചിലിൽ ഇറങ്ങിയത് കൊണ്ട് എനിക്കൊരു പേടി തോന്നി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഒരു സങ്കടവും വിഷമവും തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. മരണത്തെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഇരുന്നാലും നമ്മളെ മരണം കവർന്നു കൊണ്ടുപോകും. അതൊന്നും മരണത്തിന് യാതൊരു ഇതുമില്ല. പക്ഷെ ഇങ്ങനെ നമുക്ക് ഈ ഒരു കുടുംബത്തിൽ ഇത്രയും 5 അംഗ സംഘമാണ് ഒരു നിമിഷം ഇല്ലാതായിരിക്കുന്നത് ഈ ഒരു വെള്ളം കൊണ്ടുപോയത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. കുറേയൊക്കെ നമ്മുടെ കയ്യിലും കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആവുന്നതും വിനോദങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ, മക്കളെയും കൊണ്ട് പോകുമ്പോൾ ആവുന്നതും വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക. ഈ ഒരു അവസരത്തിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇത് തോന്നി. അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.